നമസ്കാരം. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും എൻ്റെ സലോട്ട് എല്ലാ BJP നേതാക്കൾക്കും. ഇന്ന് ഞാൻ പറയാൻ വന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ആ കാര്യത്തിലൊരു കാര്യം വേറെ ഉണ്ട്. എനിക്ക് നിജസ്ഥിതികളെക്കുറിച്ചൊന്നും മുഴുവൻ അറിയില്ല. ഇനി ഞാൻ പറയാൻ വരുന്നത് അതിൽ നിങ്ങളുടെ ഓരോ ആളുകളുടെയും അഭിപ്രായം അത്യാവശ്യമാണ്. കാരണം കോൺഗ്രസ്സുകാരിൽ ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ഏത് തരം ഇഷ്ടമാണെങ്കിലും അതിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം. കാരണം അത് ലോകത്തുള്ള മൊത്തം ജനങ്ങൾക്ക് വായിച്ചറിയാനുള്ളതാണ്. അങ്ങനൊരു കേസുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം തന്നെ ഈശ്വര വാര്യർക്ക് എൻ്റെ ഒരു നമസ്കാരം. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണുമായിരുന്നു. കാരണം എനിക്ക് മുന്നേയും പല മോശമായ വാക്കുകളുണ്ട് എന്ന കാര്യമാണ് ഞാൻ അറിയുന്നത്. ഇത് അതിൽ മാത്രമല്ല, പിന്നെ നക്സലൈറ്റ് വാസു, പിന്നെ നമ്മുടെ നക്സലൈറ്റ് മറ്റേ ഇനിയൊരാൾ കൂടി ഉണ്ട്. അവർ രണ്ടാളായിരുന്നു. നക്സലൈറ്റ് വാസുവിനെയാണ് പ്രധാനമായിട്ട് പറയാം, ബാപ്പു. അപ്പോൾ ഇവരെ ഒക്കെ ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഞാനിന്ന് ഖേദം പ്രകടിപ്പിക്കാൻ വന്നത്, കോൺഗ്രസ്സിൽ ഒട്ടനവധി നല്ല ആളുകളുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതിൽ വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള മേനോമാർ വിഭാഗമാണെന്ന് പറയുമ്പോൾ സങ്കടം തോന്നുക. കാരണം ലജ്ജ തോന്നിപ്പോവുക. ഒരു സെക്കൻഡെങ്കിലും ഈശ്വര വാര്യർക്കും അന്ന് ക്രൂര വധശിക്ഷയ്ക്ക് വിധേയനായിട്ടുള്ള രാജൻ, എഞ്ചിനീയർ രാജനും എൻ്റെ ഒരു സല്യൂട്ടിരിക്കട്ടെ. എനിക്ക് ഇതേ ചെയ്യാൻ കഴിയും. പിന്നെ നമ്മളുടെ ഈ പോലീസ് സേനയിലുള്ള ഇത്തരം ആളുകളൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു അമ്മക്ക് ജനിച്ചതല്ലേ ഇവർ എന്നാണ്. ഇവർക്കൊന്നും അച്ഛന്മാരില്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ മേനോന്മാർക്കൊന്നും അച്ഛനും അമ്മയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല എന്ന ഉത്തരമാണ് എനിക്ക് കുറച്ച് മുമ്പ് കണ്ടിട്ടുള്ള ഒരു TV ചാനലിന് മനസ്സിലായത്. അതുണ്ടെങ്കിൽ തനിക്കൊരു മകളുണ്ട്, അല്ലെങ്കിൽ ഒരു പെങ്ങളുണ്ട്, ഒരമ്മയുണ്ട് എങ്കിൽ നിങ്ങൾ ഇത്രയും ക്രൂരതകൾ മറ്റുള്ളവരോട് ചെയ്യുമോ? പോലീസായിപ്പോയി എന്നൊരു കുറ്റം കൊണ്ട് നിങ്ങൾ ക്രൂരനാവരുത്. അതെനിക്ക് പോലീസുകാരോട് പറയാനുള്ള. നിങ്ങൾ പോലീസായി യൂണിഫോം തന്നു, അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആയുധം ജുഡീഷ്യറിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അതുപോലെ തന്നെ എന്നെപ്പോലുള്ളവരുടെ അഭിപ്രായം കൂടി ആഞ്ഞതിൻ്റെ ശേഷം അല്ലാതെ നിങ്ങൾ സ്വന്തം ഒരു തീരുമാനം എടുക്കരുത്. അങ്ങനെ എടുത്തല്ലതാ ഇതുപോലെ ഉണ്ടാവും. ഒരേ സമയം നിങ്ങൾക്ക് മുഖ്യമന്ത്രിനെയും ആഭ്യന്തര മന്ത്രിയെയും എന്നെപ്പോലെയുള്ള നിയമം എഴുതുന്നതിനും പറ്റിക്കാൻ കഴിയില്ല. അഥവാ പറ്റിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. അപ്പോൾ മേനന്മാരെ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ ജാതി ആക്ഷേപിക്കാൻ വന്നതല്ല, അതല്ല സംവിധാനം. കുറച്ചൊക്കെ ആളുകളോട് ഒരു മനുഷ്യത്വ സ്വഭാവം കാണിക്കണം എല്ലാ ഐറ്റത്തിലും. അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയോടും എനിക്ക് അക്കാര്യം തന്നെ പറയാനുള്ളത്. കുറച്ചൊക്കെ ഒരു മനുഷ്യത്വ സ്വഭാവം, മനസ്സിലായില്ലേ? ഇവിടുത്തെ ലീഗുകാരോടും പറയാനുള്ളത് അതാണ്. കുറച്ചൊക്കെ ഒരു മനുഷ്യത്വ സ്വഭാവം. മുസ്ലിം മത പണ്ഡിതന്മാരോടൊക്കെ പറയാനുള്ളത് അങ്ങനെ തന്നെ. നിങ്ങൾ നുണ പ്രചരിപ്പിക്കരുത്. മനുഷ്യത്വ സ്വഭാവം, മനസ്സിലായില്ലേ? ഇത് നിങ്ങളുടെ അടുത്ത് അന്യമാണ് എന്നാണ് കക്കയം ക്യാമ്പിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഈശ്വര വാര്യർ മകൻ രാജൻ ആയി ബന്ധപ്പെട്ട കേസ്. ഈ ഇത്രയും കാലം മൂടി വെച്ച് പല ഭാഗങ്ങളും, മനസ്സിലായില്ലേ? എനിക്കിങ്ങനെ, ഞാൻ ഒരു ക്രൈം ചെയ്തതിനും സപ്പോർട്ട് ചെയ്യില്ല. എന്നെ അതിന് നോക്കണ്ട. കുറ്റകൃത്യം ആര് ചെയ്താലും എന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ നോക്കണ്ട. ഒരു കാര്യം ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, തനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മേലിൽ ചെയ്യില്ല എന്നാണ് ആയിരിക്കണം നമ്മളുടെ കാര്യങ്ങൾ. ഇനി മേലിൽ ചെയ്യില്ല. അതിന് എത്ര കണ്ട് നമുക്ക് പിന്തുണ കൊടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഈ വൈരാഗ്യ മുഖങ്ങൾ മാറ്റേണ്ട സ്വഭാവം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇലക്ഷനിൽ മത്സരിക്കാൻ വരുന്ന ഏതൊരു സ്ഥാനാർത്ഥിയാണ് ഈ സ്ഥാനം ആർത്തിക്കുക എന്നതാണ്. അല്ലാണ്ട് അത് അലങ്കരിക്കുക എന്നൊരു സാധനം ഈ കയറിപ്പോയതിൽ ഒരാളും ഇതുവരെ ചെയ്ത് കാണുന്നില്ല.
ഒക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്തു വെക്കുക, സ്ഥലം പിടിക്കുക. അതുപോലെയൊക്കെ തിരുവനന്തപുരത്തുകാരോട് ഒരു കാര്യം പറയുന്നു, ദയവായിട്ട് നിങ്ങളിൽ നല്ല പ്രഗത്ഭന്മാരുണ്ട്, വെറുതെ പറഞ്ഞൊന്നുമല്ല, ഉണ്ട്. പക്ഷേ എനിക്കിവിടെ 99% കാണുമ്പോൾ നിങ്ങൾ അനാവശ്യം പറയുന്നവരും തെറ്റായ രീതിയിൽ സഞ്ചരിക്കുന്നവരുമാണ് എന്നാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. എൻ്റെ വിദ്യ, എൻ്റെ ഡയറി എഴുതിയൊക്കെ നോക്കാം, ഒരു 10-30ഓളം ഡയറി എഴുതിയ ഒരാളാണ് ഞാൻ. ഇത് വെറുതെ ചരിത്രം എഴുതാന്ന് വേണ്ട, നല്ല പ്രഗത്ഭന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് എൻ്റെ ഒരു സ്ഥലമിട്ടിരിക്കട്ടെ. നമ്മൾ വേറൊരുത്തനെ ക്രൂരത ഏൽപ്പിച്ചാൽ നമ്മൾ ആണത്തം ആവില്ല. ക്രൂരത ഒരാളോട് ചെയ്യരുത്. ക്രൂരത അല്ല ആവശ്യം. പോലീസിൻ്റെ ക്രൈം കുറ്റകൃത്യങ്ങൾ ഏത് തരത്തിൽ സംഭവിച്ചാലും അതിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട്. ഒന്നാമത് ഇയാളെ ചോദ്യം ചെയ്തിട്ട് ഇയാൾ കിട്ടുന്ന ഒരു ഭാഗം ഞാൻ നിരപരാധിയാണ് എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ള ഉണ്ടെങ്കിൽ അത് വിശദമായിട്ട് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ കുറ്റവാളിയായി കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഉണ്ടാക്കിയിട്ടുള്ള സാധനം എവിടെയാണ്, അത് കൃത്യമായിട്ട് കണ്ടെത്തണം. ആ കണ്ടെത്തിയതിൻ്റെ ശേഷം മുന്നോട്ട് പോയിട്ട് ഇത് നിങ്ങളുടെ നാട്ടിലുള്ള ആ മഹലിലുള്ള കോടതിയിൽ ഹാജരാക്കി അവരിരുന്നതിന്മേൽ ഒപ്പ് വാങ്ങണം. ശരിയോ തെറ്റൊക്കെ രണ്ടാമതിന് തീരുമാനിക്കാനുള്ളതാണ്. അതിൻ്റെ പുറത്ത് ഞങ്ങളെപ്പോലുള്ളവർ വേണം, അല്ലാണ്ട് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഒപ്പിട്ടുകൊണ്ടൊന്നും മുഴുവൻ ഈ കാര്യങ്ങളാവില്ല. കാരണം പൊതുജനങ്ങളെ കയറി നിങ്ങൾ അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു വഴിയാണ്. ഞങ്ങൾക്ക് വിരോധം തീർക്കാനുള്ളതല്ല, ആയുധമല്ല പൊതുജനം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ ഒരു ഈശ്വരവാര്യർ മകൻ രാജൻ കക്കയം ക്യാമ്പിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പുള്ള പല തെറ്റിദ്ധാരണകളും എത്തിപ്പെട്ടത് എവിടെയാണ്? എന്താണ് നിങ്ങളുടെ പിന്നെ മേനോന്മാരുടെ പോലീസിൽ ചേർന്നുള്ള മേനോന്മാരുടെ ചോരത്തളപ്പും കൊണ്ട് എന്തൊക്കെ ഉണ്ടായി എന്നാണ് മനസ്സിലായില്ലേ? ഇതിലൊക്കെ കുറേ കഥകളൊക്കെ അന്ന് നമ്മളും കേട്ടിട്ടുണ്ട്. ജയറാം പടിക്കൽ, പുലിക്കോടൻ, ഇവരൊക്കെ അന്നത്തെ DGPമാരാണ്. അതായത് അതിൻ്റെ മുന്നേ പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 57 67 EMSൻ്റെ ഭരണകാലത്ത് കേരളത്തിൻ്റെ റേഷൻ സമ്പ്രദായങ്ങൾ കംപ്ലീറ്റ് നിർത്തലാക്കി. അന്നത്തെ ഭരണം കോൺഗ്രസ്സുകാരായിരുന്നു. അവിടെ മാത്രമല്ല തീർന്നില്ല, ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ റേഷൻ സമ്പ്രദായം നിലവിൽ കൊണ്ടുവരാനുള്ള കാരണം തിരുവനന്തപുരത്തുകാർ വയനാട്ടിലേക്ക് കുടിയേറി അവിടെ കൃഷി ചെയ്തതിൻ്റെ പശ്ചാത്തലം ഉണ്ട്. അല്ലാണ്ട് വെറുതെ ഒരു കാര്യത്തെ ആകാശത്ത് നിന്ന് വന്നതല്ല. നന്നായിട്ടറിയാം, ഞാൻ പറഞ്ഞതൊക്കെ കണ്ടോ, ഒരു ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ആ റേഷൻ സമ്പ്രദായം 29 സ്റ്റേറ്റിലും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ ഫുഡുകളും അവിടുന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഒരുപാട് കടലും പുഴയും വന്നതായതുകൊണ്ട് കേവലം കുറച്ച് അരിയിൽ മാത്രം ഒതുങ്ങിയിട്ട് കേരളത്തിൽ നിൽക്കുക, ബാക്കി കഴിഞ്ഞു, ബാക്കിയൊന്നുമില്ല. അതിനവർ പിന്നെ ഒരുപാട് മുടന്ന ന്യായങ്ങളും മാത്രമല്ല, തമിഴ്നാട് കൊടുക്കുന്ന ഒരാൾക്ക് 7000 രൂപ ഒന്നും അറിയാത്തവർ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുക, എല്ലാ പുരുഷന്മാരും. അത് പുറത്ത് ആന്ധ്രയും അതുപോലെ നൽകിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പുറത്ത് ഒരു കാർഡിന് 80 കിലോന് അരി, അതിൻ്റെ മറ്റ് നിത്യ ഉപയോഗ സാധനങ്ങൾ, പയറ്, എണ്ണ, അങ്ങനെയുള്ള വീട്ടുപകരണങ്ങൾ. ഇത് കേരളത്തിൽ കിടക്കുമ്പോൾ അരിയല്ലാത്ത സാധനങ്ങളൊക്കെ പുഴയെക്കൂടെ ഒലിച്ചു പോകും. കാരണം ഒരുപാട് കൊണ്ടുപോ പുഴയ്ക്കുള്ളതാണ് കേരളത്തിൽ. അത് മാത്രമല്ല, കേരളം നമ്പർ 1 കേരളമാണ്. ഈ നമ്പർ 1 കേരളത്തിൽ ഒരു വാർഡിൽ 50 കോടി ആളുകൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന എത്ര തൊഴിൽ സ്ഥാപനം കൊടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ധൈര്യം ഉണ്ടെങ്കിൽ നിയമസഭയിൽ പറയും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരു കാലത്ത് കോൺഗ്രസ്സുകാർ രാജിനെ ഉരുട്ടിക്കൊന്നെങ്കിൽ അന്നത്തെ കമ്മ്യൂണിസം നക്സലൈറ്റിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ചെയ്ത പണിയെങ്കിൽ ഇന്നത്തെ പിണറായി വിജയൻ ചെയ്യുന്ന അത് തന്നെയാണ്. ഇന്നത്തെ പിണറായി വിജയനും ചെയ്യുന്നത് എന്താ? ഇതേ സമ്പ്രദായമാണ്. ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഇന്ന് ചെയ്യുന്നത് എന്താ? അതേ സമ്പ്രദായമാണ്. ഒന്നും മാറ്റം വന്നിട്ടില്ല. പിന്നെ എന്താ നമ്പർ 1 എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകില്ല. ഒരു കാര്യം നമ്പർ 1 ആക്കാൻ നിവൃത്തിയില്ല. എല്ലാ വീട്ടിലെയും എല്ലാ വീട്ടമ്മമാരെയും അവരുടെ മക്കളെയും MDMAയും മദ്യവും ലോട്ടറിയും കൊടുത്ത് അവരെ പ്രലോഭനം നൽകി
ആ വീട്ടമ്മനെയും അച്ഛനെയും വെട്ടി നുറുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഒരു ഭയങ്കര വികസനത്തിൻ്റെ പാതയിലേക്ക് കുതിച്ചിട്ടുണ്ടായതാണ് ഒരു വീട്ടിൽ 5 കിലോ MDMA. ഒരു കേസിലൊന്ന് പിടിച്ച് നാട്ടുകാരെ ചെറിയ തേച്ചിട്ട് പിന്നെ പറയാതെ ലെവലായി. ഇതാണ് ഇവിടുത്തെ ഈ സാധനം ചെയ്യുന്നത്. നമ്മുടെ മുന്നത്തെ ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ 2 മക്കളെ അതിൽ കൊടുന്നിട്ടാന്നൊക്കെ എനിക്കറിയാം. അതിൻ്റെ പിന്നാമ്പുറത്ത് കൈകാര്യം ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ പ്രഗത്ഭന്മാരാണ് എന്നും എനിക്കറിയാം. പറഞ്ഞു കേട്ടതാണെങ്കിലും പിന്നെ പറഞ്ഞു കേൾക്കുന്നതൊക്കെ നുണയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ അനുഭവം അങ്ങനെയാണ്. പക്ഷേ ചിലത് അതിൻ്റെ പിന്നീടുള്ള കാലങ്ങളിൽ കുറേ പുറത്തേക്ക് വരും. അതായത് ഒരു 15 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരിക്കൽ ചെയ്തിട്ട് കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ പൊട്ടി ഒളിഞ്ഞിട്ട് അതായിട്ട് ബന്ധപ്പെട്ടവർ അപ്പോൾ മുമ്പ് പറഞ്ഞത് നുണ ആയിരുന്നില്ല എന്നതിന് ബോധ്യം വരും. അല്ലെങ്കിൽ മുമ്പതിൻ്റെ ഈ പ്രതിഭാഗം എന്ന് സംശയിക്കുന്ന ആൾ പറഞ്ഞു തരുന്നത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു എന്ന്. ഇത് രണ്ടും തെളിയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യം ഇപ്പോൾ തെളിഞ്ഞ് വളരെ നന്നായിട്ട് വരുന്നത്. നിങ്ങൾ പാർട്ടിക്കാരാരായിക്കോട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ, അതൊന്നും നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. പക്ഷേ പൊതുസമൂഹത്തിനോട് പെരുമാറുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു മാന്യത ചെയ്യുന്നതല്ല. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ രാഷ്ട്രീയം എന്താവട്ടെ, എന്തിനായിരുന്നു ഈ രാജനോട് ഇത്രയും വലിയ ക്രൂരത ഈ മേനന്മാർ ചെയ്തിരുന്നത്? നിങ്ങൾക്ക് അവരുടെയൊക്കെ ചോര നീരെടുത്ത് ശമ്പളം തന്നതിനെ കൊണ്ടോ അവരെ നികുതി പണം ഉപയോഗിച്ച് അന്നൊക്കെ നമ്മളെ നാട്ടിൽ ഒട്ടനവധി തൊഴിൽ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അത് കൊപ്പരമില്ലായിട്ടും ഒരു കൊപ്പരമില്ലിലൊക്കെ പണിയെടുക്കണ ചിലപ്പോൾ ഒരു 10-300 പേര് പണിയെടുക്കുകയാണ്. അതിൻ്റെ പിന്നാമ്പുറം പോയത് ഒരു കൊപ്പരമില്ല്. നിങ്ങൾ വിചാരിക്കേണ്ട വേറൊരു കൊപ്പരമില്ലാണ് 10-300 ആൾക്കാർ ജോലി എടുത്ത് അരി വാങ്ങുന്നത്. ഇന്ന് ആ സാധനമൊന്നും കേരളത്തിലില്ല. പിള്ളേരെ അതിന് പകരം MDMA ഉപയോഗിക്കുന്നതിന് സംവിധാനം ചെയ്യുന്നു, അതിന് അവസാനിച്ച് നിൽക്കണം. ഒരു തൊഴിൽ സ്ഥാപനത്തിന് അനുമതി കേരള ഗവൺമെൻറ് കോടാനക്കോടി റവന്യൂ ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം പോലും ബുദ്ധിയോ ശുദ്ധിയോ മര്യാദയോ ഉള്ളവരായിട്ടില്ല എന്ന് എനിക്ക് ഈ വേദിയിൽ പറയാനും വരിക ഒരു വല്ലാത്തൊരു കഷ്ടമാണ്. എന്നിട്ട് അവർ തൻ്റെ കയ്യിനോ മനസ്സിനോ തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞതിൻ്റെ എൻ്റെ ഫേസ്ബുക്ക് ID, ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഒക്കെ പോയിട്ട് ക്ലോസ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം പഠിച്ച മുഴുവൻ പെണ്ണുങ്ങളും മോശമാണെന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കും. എന്താ കാരണം? ഡോക്ടറും കലക്ടറും ഒക്കെ ഉദ്യോഗത്തിലിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളും പുരുഷന്മാർക്കെതിരാണ്. ആരാ ഈ പുരുഷൻ? ചിലത് അവരുടെ സ്വന്തം പിതാവാണ്, അല്ലെങ്കിൽ സഹോദരനാണ്. മൂന്നാമത്തെ ആരാണെന്ന് അറിയാലോ, ഭർത്താവ്. അപ്പോൾ ഈ പുരുഷൻ എന്ന വാക്കിന് നിങ്ങൾ കാണാത്ത കുറച്ച് അർത്ഥങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന നിങ്ങൾ ബുദ്ധിമാന്മാരാണെങ്കിൽ നാടൻ കോഴിനെയും നാടൻ ആടിനെയും നിങ്ങൾ വീട്ടിൽ വളർത്തും. ബുദ്ധിമാനാണെങ്കിൽ. ബുദ്ധിമാനല്ല എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. കാരണം ഒരു വീട്ടിൽ ഇന്ന് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം പറഞ്ഞു തരും ഈ ആടും കോഴിയും. എങ്ങനെയൊക്കെ നോക്കണം. സുബൈക്ക് മൊല്ലാക്ക വാങ്ങി കൊടുക്കുമ്പോൾ പറയുന്നത് അസ്സലാത്തു ഖൈറും മിനന്നൗം. നിങ്ങളെ വീട്ടിലെ കൂട്ടിക്കിടക്കുന്ന ആട് നിങ്ങളോടത് പറയും. വലത്തെ കാലം കൊണ്ട് മരത്തുമിങ്ങനെ പട്ടേ എന്ന് പറഞ്ഞാൽ മുട്ടും. എന്തിനാന്ന് വിചാരിച്ചാൽ എന്ന് പറയും. ആട് പറയണത് നിങ്ങൾ പുലച്ചക്ക് നീച്ചിട്ട് നിങ്ങൾ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യാനാണ് പറയും. കോഴി അതുപോലെ പുലച്ച 3 മണിക്ക് തുടങ്ങും കൊക്കോ. അത് നിങ്ങളെ സന്തോഷിപ്പിക്കാനൊന്നും കരുതണ്ട. ഖുർആൻ്റെ വാക്ക് പറയുന്നില്ലേ, അസ്സലാത്തു ഖൈറും മിനന്നൗം. അതാണ് രണ്ടാം വരി. ഇന്നലെ പ്രസവിച്ച ആട്ടുകുട്ടി ഇന്ന് അതിൻ്റെ പെങ്ങളുടെ പുറം കയറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പൂവൻ കോഴി ഏകാതാണ്ട് ഒരു കൊത്തിയാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 മാസം കഴിഞ്ഞാൽ ഇവൻ ചിറകിട്ടടിച്ചിട്ട് ഇങ്ങനെ കൂടെ പോയിട്ട് ആണെന്ന വാക്കിൻ്റെ സ്വഭാവം കാണിക്കും. എവിടെ കുട്ടികൾ ജനിക്കണമെങ്കിലും ആണുങ്ങളുടെ ഇടപെടൽ വേണം. ആണുങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനല്ല ഇടപെടുന്നത്, അവരുടെ ഇഷ്ടത്തിനാണ്. അതെല്ലാ പെണ്ണുങ്ങളും ചിന്തിക്കണം, അവരുടെ ഇഷ്ടത്തിനാണ്. അപ്പം അതിന് ഇത് കൂട്ടിപ്പിടിച്ച് വരകാൻ നിങ്ങൾക്ക് കഴിയണം. അതില്ലാണ്ട് നിങ്ങൾ തുല്യത വേണം. ആണുങ്ങളെക്കാണ് കഴിവ് ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ സുനിത വില്യംസിനെ കണ്ടിട്ട് പഠിക്കണം. മനസ്സിലായില്ലേ? അതിന് നിങ്ങൾ ഈ വിദ്യാഭ്യാസം പഠിച്ചിട്ടുള്ള
2000 കോളേജിൽ പഠിച്ച നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, വിദ്യാഭ്യാസം പഠിച്ചത് കൊണ്ട് നിങ്ങൾ നേടിയ നേട്ടം, നിങ്ങൾ ഒരു 5000 മില്യൺ കോടി ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഏത് സാധനം നിങ്ങളുണ്ടാക്കി നിങ്ങളൊന്ന് കാണിക്കും. നമ്മുടെ നാട്ടിൽ ഒരു ദിവസം വിദ്യാഭ്യാസം പഠിക്കുന്നത് ജനകോടികളാണ്. ഇതുകൊണ്ട് എന്താ നേടിയത്? ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വസ്ത്രം ധരിച്ചത്, നിങ്ങൾ എന്തിനാണ് എന്നോട് കൂറുക എന്ന് ചോദിച്ചാൽ, കക്കയും ക്യാമ്പ് ഇവിടെ ഉണ്ടാക്കുന്ന സംവിധാനമാണ് നിങ്ങളുണ്ടാക്കിയത്. കക്കയും ക്യാമ്പ് എന്താ? കയ്യും കാലും പിടിച്ച് കെട്ടി തൊള്ളയിൽ തുണി തിരികെ നമ്മുടെ മുകളിൽ ഒലക്ക വെച്ച് ഒലക്കട മേലിൽ 4 പേര് 2 പുറത്തും കയറി കുത്തിരുന്ന് ഉരുട്ടുക. അത്ര സമീപനാണ് ഈ വലിയ വിദ്യാഭ്യാസം പഠിച്ചത്. അതുകൊണ്ട് ഇത്തരം മേനന്മാരുടെ കഥകൾ പിന്നെ ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. എന്നെക്കൊണ്ട് ഇപ്പോൾ ഇതേ ചെയ്യാൻ കഴിയും. ഇനിയൊരു അവസരത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ഇത് നന്നായിട്ട് ചെയ്യും. കാരണം ഈ ആദ്യ ബുദ്ധിയുള്ള സാധനങ്ങൾ നമ്മുടെ നാടിന് വേണ്ട. ഇത് ആപത്താണ്, നാട്ടിൽ മാത്രമല്ല. കാരണം കരക്കൊറ്റി എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിനെ നശിപ്പിക്കണില്ലേ? അതുപോലെ ഇത് ഉന്മൂലനം ചെയ്യണം. കാരണം മനുഷ്യനെന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ അതുകൊണ്ട് കാര്യം? മനുഷ്യരെ അറിയണം, മനുഷ്യത്തെ അറിയണം. മറ്റവൻ കറുത്തു എന്ന് പോയതല്ല താറാണ്, വെളുത്തു എന്നതല്ല താറാണ്, എന്നെ വെള്ളപ്പാണ്ടാന്ന് വിളിച്ചിട്ട് കളിയാക്കുന്നതല്ല താറാണ്. നിങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലുമാണ് താറാണ്. അത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. വിഷമം വേദനയും എല്ലാവർക്കും തുല്യമാണ്. മുറിക്കുന്നവന് വേദനയില്ലെങ്കിലും ആ മുറി അനുഭവിക്കുന്നവന് വലിയ വേദനയുണ്ട്. അവൻ്റെ ചോരയാണ് ഈ പോകുന്നത്.